എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ്. പതിമൂന്നാം വാക്യത്തിൽ ടെട്രാർക്കായിരുന്ന ഹെരോദാസ് ഫിലിപ്പ് രണ്ടാമൻ പുനർനിർമ്മിക്കുകയും അഗസ്റ്റസ് സീസറിനോടുള്ള ബഹുമാനാർത്ഥം കൈസരിയ എന്ന് വിളിക്കപ്പെടുകയും ചെയ്ത പാനിയോസ് എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലമായ ഫിലിപ്പിന്റെ കൈസരിയ എന്ന പ്രദേശത്ത് യേശുക്രിസ്തുവും ശിഷ്യന്മാരും എത്തിയതായി നാം വായിക്കുന്നു. അവിടെ വെച്ച് മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് തന്റെ ശിഷ്യന്മാരോട് ക്രിസ്തു ചോദിച്ചതായി നാം വായിക്കുന്നു. അതായത് മറ്റുള്ളവരിൽ നിന്ന് തന്നെക്കുറിച്ച് പറയുന്നത് എന്താണ് ശിഷ്യന്മാർ കേട്ടതെന്നാണ് കർത്താവ് ചോദിച്ചത്. മനുഷ്യപുത്രൻ എന്നത് യേശു കർത്താവ് പലപ്പോഴും തന്നെക്കുറിച്ച് തന്നെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പദമാണ്. മനുഷ്യപുത്രൻ എന്ന പദം കർത്താവിന്റെ മനുഷ്യത്വത്തെ ഊന്നി പറയുക മാത്രമല്ല, പഴയ നിയമത്തിൽ മിശിഹയെക്കുറിച്ചുള്ള ഒരു പ്രവചനത്തിന്റെ വ്യക്തമായ പരാമർശവുമായിരുന്നു എന്ന് വ്യക്തമാണ്. ദാനിയേൽ 7:13-14 നോക്കിക്കേ. ഈ വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ ഉയർത്തെഴുന്നേൽപ്പും മഹത്വീകരണവും നിത്യരാജാവായി ഭരിച്ച് സർവ്വമനുഷ്യരും ആരാധിക്കുമെന്ന ദാനിയേൽ പ്രവാചകന്റെ പ്രവചനത്തിൽ മിശിഹയുടെ വിവരണമായി മനുഷ്യപുത്രൻ എന്ന പദം നാം വായിക്കുന്നു. മനുഷ്യപുത്രൻ ആരെന്നാണ് ജനം പറയുന്നത് എന്ന് കർത്താവ് ചോദിച്ചതിന് ശിഷ്യന്മാർ 4 ഉത്തരങ്ങൾ നൽകി എന്ന് 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. അവർ ഇങ്ങനെ മറുപടി പറഞ്ഞതിന്റെ കാരണം ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം പറഞ്ഞ ഉത്തരം ചിലർ സ്നാപയോഹന്നാനാണ് എന്ന് പറഞ്ഞു എന്നായിരുന്നു. അതിന്റെ അർത്ഥം യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യോഹന്നാൻ സ്നാപകനാണ് എന്നാണ് ചില യഹൂദന്മാരുടെ അഭിപ്രായം. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ഈ ആശയം പ്രചരിച്ചതായി മത്തായി 14-2 വാക്യത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മറ്റു ചിലർ നൽകിയ ഉത്തരം ഏലിയാവ് എന്നാണ്. ദുഷ്ടനായ ആഹാബ് രാജാവിന്റെ ഭരണകാലത്ത് ഇസ്രയേലിലെ പ്രശസ്തനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. മിശിഹായുടെ മുൻഗാമിയായി ഏലിയാവ് മടങ്ങി വരുമെന്ന് മലാക്കി പ്രവാചകനും പ്രവചിച്ചിരുന്നതായി മലാക്കി 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 4-ാം അധ്യായത്തിന്റെ 5 എന്ന വേദഭാഗങ്ങളിൽ പറയുന്നു. അതുപോലെ ദൈവത്തിന്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ വരുവാനിരിക്കുന്ന ഏലിയാ പ്രവാചകനാണ് യേശു എന്ന് അനേകർ തെറ്റിദ്ധരിച്ചു. എന്നാൽ മത്തായി 11:14 വരുവാനുള്ള ഏലിയാവ് സ്നാപയോഹന്നാനാണെന്ന് കർത്താവ് വ്യക്തമാക്കുന്നതായി കാണുന്നു. മറ്റു ചിലർ നൽകിയ 3-ാമത്തെ ഉത്തരം യിരെമ്യാ പ്രവാചകനാണ് യേശു എന്നാണ്. ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചും മിശിഹായെക്കുറിച്ചും യഹൂദയിലെ രാജാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയ കർത്താവിന്റെ പ്രവാചകനായിരുന്നു യിരെമ്യാവ്. എന്നാൽ യിരെമ്യാവ് വീണ്ടും വന്നതാണ് യേശു എന്ന് അനേകർ വിചാരിച്ചു. മറ്റു ചിലർ നൽകിയ 4-ാമത്തെ ഉത്തരം പ്രവാചകന്മാരിൽ ഒരാളാണ് എന്നാണ്. ആവർത്തനം 18 വരെയുള്ള വാക്യങ്ങൾ മോശയെ പോലെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത പ്രവാചകൻ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ യെശയ്യാവ്, ഹോശയ എന്നിവർ തിരിച്ചു വന്നതായും ചിലർ കരുതി എന്നാണ്. ഇങ്ങനെ 4 വിധത്തിലുള്ള തെറ്റായ വിശ്വാസം യേശുവിനെ കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് ഇവിടെ വ്യക്തമാകുന്നു. മത്തായി 16 വാക്യങ്ങളിൽ എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നതും നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസ് മറുപടി നൽകുന്നതും നാം വായിക്കുന്നു. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം മിശിഹ അല്ലെങ്കിൽ അഭിഷിക്തൻ എന്നാണ്. യേശുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള സുപ്രധാന സത്യം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് യേശു സത്യ ദൈവത്തിന്റെ ഏകപുത്രനാണ് എന്ന് പത്രോസ് പ്രഖ്യാപിക്കുന്നത് നാം ഇവിടെ കാണുന്നു. യേശുവിന്റെ ചോദ്യത്തിലൂടെ പത്രോസിന്റെ ഏറ്റുപറച്ചിലൂടെയും കർത്താവിനെ കുറിച്ചുള്ള 3 പ്രധാന സത്യങ്ങൾ ഇവിടെ വെളിപ്പെടുന്നു. ഒന്ന്, യേശു മനുഷ്യപുത്രനാണ്, അതായത് പൂർണ്ണ മനുഷ്യൻ തന്നെ. 2, യേശുക്രിസ്തുവാണ്, അതായത് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അഭിഷിക്തനായ മെശിഹ അഥവാ ഇസ്രയേലിനെ നിത്യമഹത്വത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകനായ രാജാവ്. 3, യേശു ദൈവത്തിന്റെ പുത്രനാണ്, അതായത് ദൈവം തന്നെയാണ്. യേശു അവനോട് ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. പത്രോസിന്റെ പേര് ശീമോൻ എന്നാണ്. ബറിയോന എന്നതിന്റെ അർത്ഥം യോനയുടെ മകൻ എന്നാണ്. യേശു പത്രോസിനെ ഭാഗ്യവാൻ അഥവാ അനുഗ്രഹീതൻ എന്ന് വിളിച്ചതിന്റെ കാരണം തന്റെ വ്യക്തിത്വത്തിന്റെ സത്യം ജഡരക്തങ്ങൾ അല്ല വെളിപ്പെടുത്തിയത്, മറിച്ച് സ്വർഗസ്ഥനായ പിതാവാണ് എന്നതുകൊണ്ടാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പത്രോസ് ഏറ്റുപറഞ്ഞ കർത്താവിനെ ദൈവപുത്രനാണെന്ന സത്യവിശ്വാസം സ്വന്തം ജ്ഞാനത്താലോ ബുദ്ധിയാലോ കണ്ടെത്തിയത് കൊണ്ടോ മറ്റേതെങ്കിലും വ്യക്തി തന്നോട് പറഞ്ഞതുകൊണ്ടോ അല്ല, മറിച്ച് ദൈവം ഇത് ഹൃദയത്തിൽ വെളിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് പത്രോസിന് ഈ സത്യം അറിയാൻ കഴിഞ്ഞത്. മത്തായി
25-27 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചതുപോലെ പിതാവ് പുത്രനെ വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്കല്ലാതെ പുത്രൻ മറഞ്ഞിരിക്കുന്നു എന്ന വലിയ സത്യം ഇവിടെ ഉറപ്പിക്കപ്പെടുന്നതായി കാണാം. മത്തായി 16-18-19 വാക്യങ്ങളിൽ നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു എന്ന് യേശു കർത്താവ് പത്രോസിനോട് പറയുന്നതായി നാം വായിക്കുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കാം. പിതാവായ ദൈവം പത്രോസിനോട് സത്യം വെളിപ്പെടുത്തി എന്ന് യേശു പ്രഖ്യാപിച്ചതിന് ശേഷം 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് നീ പത്രോസ് ആണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ്. ഗ്രീക്കിൽ പത്രോസിന്റെ പേര് പെട്രോസ് അഥവാ ഒരു കല്ല് എന്നാണ്. കൂടാതെ സഭ പണിയപ്പെടും എന്ന് പറയുന്ന അടിസ്ഥാനത്തിന് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന പദം പാറ എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ പെട്ര ആണ്. അതായത് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം നീ പെട്രോസ് അഥവാ ഒരു കല്ലാണ്, ഈ പെട്രായിൽ അഥവാ പാറയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ്. യേശു കർത്താവ് തന്റെ സഭയെ സ്ഥാപിക്കുന്ന പാറ പത്രോസ് അല്പം മുമ്പ് ഏറ്റുപറഞ്ഞ യേശുവിനെ മിശിഹായും ദൈവപുത്രനുമാണെന്ന തൻ്റെ സത്യവിശ്വാസമാണ്. ദൈവപുത്രനായ ക്രിസ്തുവിലുള്ള വ്യക്തിപരമായ വിശ്വാസമാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര എന്നതിനാൽ പത്രോസിനെ പോലെ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നവർ എല്ലാവരും അനേക കല്ലുകൾ കൊണ്ട് ഒരു വീട് പണിയുന്നത് പോലെ ഏക സഭയുടെ ഭാഗമാണ്. പത്രോസ് പിന്നീട് സഭയിലെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനത്തിൽ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു എന്ന് 1 പത്രോസ് 2-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ വായിക്കുന്നു. ഇവിടെ പത്രോസ് കർത്താവിൽ വിശ്വസിക്കുന്നവരെ സഭ പണിയാൻ ഉപയോഗിച്ച കല്ലുകളോട് ഉപമിക്കുന്നതും ക്രിസ്തു വിശ്വാസികളുടെ വിശ്വാസമാണ് അവരെ ജീവനുള്ള കല്ലുകൾ ആത്മീയ ഭവനത്തിൽ ചേർത്ത് വെച്ച് നിർമ്മിക്കപ്പെടാൻ യോഗ്യരാക്കുന്നത് എന്നും വ്യക്തമാക്കുന്നു. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് 1 കൊരിന്ത്യർ 3-11 വാക്യത്തിൽ നാം വായിക്കുന്നു. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം മരണത്തിന്റെ ശക്തിക്ക് സഭയെ തകർക്കാനാകില്ല എന്നതിനെ സൂചിപ്പിക്കുന്നു. പാതാളം എന്നത് മരണത്തെ സൂചിപ്പിക്കുന്നു. മരണത്തിന് ക്രിസ്തുവിനെ തടയാൻ കഴിയാഞ്ഞതുപോലെ കർത്താവിന്റെ സഭയും എന്നേക്കും നിലനിൽക്കും എന്ന് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മരണത്തെയും നരകത്തെയും പരാജയപ്പെടുത്തിയതുകൊണ്ട് സഭയെ എതിർക്കുന്ന എല്ലാ ശക്തികളെയും ക്രിസ്തു പരാജയപ്പെടുത്തും എന്ന് കർത്താവ് സൂചിപ്പിക്കുന്നു. 19-ാം വാക്യത്തിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് കർത്താവ് പത്രോസിനോട് പറഞ്ഞതിന്റെ അർത്ഥം ശ്രദ്ധിക്കേണ്ടതാണ്. വാതിലുകൾ പൂട്ടാനോ തുറക്കാനോ താക്കോൽ ഉപയോഗിക്കുന്നത് പോലെ സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുന്ന താക്കോൽ എന്നത് സുവിശേഷത്തിന്റെ പ്രസംഗമാണ് എന്ന് അനേക തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നു. യേശു പത്രോസിനെ പ്രത്യേകമായി ഭരമേൽപ്പിക്കുന്ന സുവിശേഷ ഘോഷണം എന്ന സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ തന്നെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന വാതിലുകൾ തുറക്കുന്നതിനാൽ ഈ സുവിശേഷം എന്ന താക്കോൽ ഭരമേൽപ്പിക്കപ്പെട്ട പത്രോസ് എങ്ങനെ അത് പ്രാവർത്തികമാക്കി എന്ന് ശ്രദ്ധേയമാണ്. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് ദിനത്തിൽ യെരുശലേമിൽ പ്രസംഗിക്കുന്നത് ഇതേ പത്രോസാണ്. ഏകദേശം 3000-ഓളം യഹൂദന്മാർ അന്ന് രക്ഷിക്കപ്പെട്ടു. അങ്ങനെ പത്രോസിന്റെ സുവിശേഷ പ്രസംഗം എന്ന താക്കോൽ വഴി യഹൂദന്മാർക്ക് സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്നു എന്ന് നാം കാണുന്നു. തുടർന്ന് അപ്പസ്തോല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ പത്രോസ് ഒരു റോമൻ ശതാധിപന്റെ വീട്ടിലേക്ക് സുവിശേഷ സന്ദേശം കൊണ്ടുവരികയും അവരും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതായി നാം വായിക്കുന്നു. അങ്ങനെ വീണ്ടും പത്രോസ് സുവിശേഷ പ്രസംഗം എന്ന താക്കോൽ വഴി വിജാതിയർക്ക് സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്നു എന്ന് നാം കാണുന്നു. അങ്ങനെ യേശു കർത്താവ് അവന് നൽകിയ ഈ താക്കോലുകൾ ഓരോ സന്ദർഭത്തിലും ഉപയോഗിച്ചതായി നാം വായിക്കുന്നു. 19-ാം വാക്യത്തിൽ തന്നെ നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പത്രോസിനോട് പറയുന്നതിന്റെ അർത്ഥം ശ്രദ്ധിക്കേണ്ടതാണ്. മത്തായി 18-ാം വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ സഭയുടെ അച്ചടക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ബന്ധനത്തെയും അഴിച്ചുപണിയെയും കുറിച്ച് പരാമർശമുണ്ട്. അപ്പസ്തലന്മാർക്ക് ഇവിടെ ക്രിസ്തുവിന്റെ കർത്തൃത്വവും സ്വർഗീയ അധികാരവും നൽകുകയല്ല, പ്രത്യുത അവർക്ക് സഭയിലെ അച്ചടക്കത്തിനും ആവശ്യമെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്ന സഭാംഗങ്ങളെ ബഹിഷ്കരിക്കുവാനുമുള്ള അധികാരവും നൽകുകയായിരുന്നു. അപ്പസ്തലന്മാർ എന്തെങ്കിലും ഭൂമിയിൽ കെട്ടുമ്പോൾ അഥവാ നിരോധിക്കുമ്പോൾ അവർ ഈ വിഷയത്തിൽ ദൈവഹിതം നടപ്പാക്കുകയായിരുന്നു. അവർ എന്തെങ്കിലും അഴിച്ചപ്പോൾ അല്ലെങ്കിൽ ഭൂമിയിൽ അനുവദിച്ചപ്പോൾ അവർ ദൈവത്തിന്റെ ഹിതത്താലുള്ള പദ്ധതി നിറവേറ്റുകയായിരുന്നു. അപ്പസ്തലന്മാർക്ക് ദൈവത്തിന്റെ മനസ്സ് മാറ്റുവാനുള്ള പദവി
നൽകപ്പെട്ടു എന്നല്ല, അവർ തങ്ങളുടെ അപ്പസ്തോലിക ചുമതലകളിൽ മുന്നോട്ടു പോകുമ്പോൾ അവർ സ്വർഗത്തിൽ നിർണയിക്കപ്പെട്ട ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കും എന്ന് ഇവിടെ സൂചിപ്പിക്കുകയായിരുന്നു. ഉദാഹരണത്തിന് ഗലാത്യ 1-ാം അധ്യായത്തിന്റെ 8-9 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷത്തെ വളച്ചൊടിക്കുന്നവർ ശപിക്കപ്പെട്ടവർ ആണ് എന്ന് പൗലോസ് അപ്പസ്തോലൻ പ്രഖ്യാപിച്ചപ്പോൾ ആ തീരുമാനം ദൈവഹിതവും മുന്നമേ സ്വർഗത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതുമാണ് എന്ന് മനസ്സിലാക്കാം. പൗലോസ് അപ്പസ്തോലൻ ഭൂമിയിൽ പറഞ്ഞതുകൊണ്ട് ദൈവം സ്വർഗത്തിൽ തന്റെ തീരുമാനം മാറ്റി അപ്പസ്തോലന്റെ തീരുമാനം കൈക്കൊണ്ടു എന്നല്ല, പൗലോസ് അപ്പസ്തോലന് ദൈവാത്മാവിനാൽ നൽകപ്പെട്ട വെളിപ്പാടിനാലും അപ്പസ്തോലിക ശുശ്രൂഷയാലും സ്വർഗത്തിലെ ഹിതം ഭൂമിയിൽ ആവശ്യ സമയത്ത് പ്രാവർത്തികമാക്കി എന്നതാണ് എന്ന് മനസ്സിലാക്കാം.